കുടുംബസുഹൃത്ത് തടവിലാക്കിയ ഭാര്യയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് വൈദ്യുതി ബോർഡ് റിട്ടയർ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയിൽ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ട്വിസ്റ്റ്. ഗ്വാളിയാർ സ്വദേശിനി ശ്രദ്ധ ലെനിനെ മണ്ണൂത്തി സ്വദേശി ജോസഫ് സ്റ്റീവൻ തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നായിരുന്നു ഹർജി. വിഷയം ഗൗരവമേറിയതാണെന്ന് വിലയിരുത്തിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് എം.ബി. സ്നേഹലത എന്നിവരുൾപ്പെട്ട ബെഞ്ച് അടിയന്തരമായി യുവതിയെ കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം നൽകി. എന്നാൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയ തമിഴ്നാട് സ്വദേശി തന്റെ ഭർത്താവല്ലെന്ന് യുവതി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ഈ വ്യക്തി തന്റെ ഭർത്താവല്ലെന്നും സൗഹൃദം മാത്രമാണുള്ളതെന്നും യുവതി കോടതിയിൽ പറയുകയും ചെയ്തു. സൗഹൃദം തുടരാൻ താൽപര്യമില്ലാതിരുന്നതിനാൽ മനഃപൂർവ്വം മാറി നിന്നതാണെന്ന് ഗ്വാളിയാർ സ്വദേശിനി കോടതിയെ അറിയിച്ചു. ഹർജിക്കാരൻ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയതോടെ സൗഹൃദത്തിൽ നിന്ന് ഒഴിവാകാനാണ് താൻ മരിച്ചെന്ന സന്ദേശവും സംസ്കാരത്തിന്റെ ദൃശ്യങ്ങളും മറ്റ് ഫോൺ നമ്പറുകളിൽ നിന്ന് അയച്ചു കൊടുത്തതെന്നും യുവതി പറഞ്ഞു. അതേസമയം തന്റെ 2 കോടി രൂപ യുവതി തട്ടിയെടുത്തെന്നും അത് തിരികെ ലഭിക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു. എന്നാൽ പണം ഇയാൾ സ്വമേധയാ നൽകിയതാണെന്നും തന്നെ ആരും തടങ്കലിലാക്കിയിട്ടില്ലെന്നും ജീവന് ഭീഷണിയില്ലെന്നും യുവതി പറഞ്ഞു. നിയമപരമായ വിവാഹം നടന്നിട്ടില്ലെങ്കിലും പള്ളിയിൽ വെച്ച് താലി കെട്ടിയതായി വൈദ്യുതി ബോർഡ് റിട്ടയർ ഉദ്യോഗസ്ഥനായ ഹർജിക്കാരൻ കോടതിയെ ബോധിപ്പിച്ചു. ഇക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് എം.ബി. സ്നേഹലത എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളി. കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ലെന്നും സാമ്പത്തിക വഞ്ചന നടന്നിട്ടുണ്ടെങ്കിൽ കക്ഷികൾക്ക് നിയമപരമായി നീങ്ങാമെന്നും വ്യക്തമാക്കി. ഭാര്യ ഇടയ്ക്കിടെ കേരളത്തിൽ വരാറുണ്ടെന്നും കുടുംബസുഹൃത്തായ ജോസഫിനൊപ്പമാണ് താമസിക്കാറെന്നും ഹർജിക്കാരൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ കൊച്ചിയിൽ വച്ചാണ് ഭാര്യയെ അവസാനം കണ്ടത്. മെയ് 17-ന് വാട്സപ്പ് ചാറ്റും നിലച്ചു. ജൂൺ ആദ്യം അഭിഭാഷകനെന്ന് പരിചയപ്പെടുത്തിയ GM റാവു, കന്യാസ്ത്രീയെന്ന് പറയുന്ന സോഫിയ എന്നിവർ ഫോണിൽ ബന്ധപ്പെട്ട് ഭാര്യ മരിച്ചെന്ന് അറിയിച്ചു. ഏതോ സംസ്കാര ചടങ്ങിന്റെ ദൃശ്യങ്ങളും അയച്ചു. ശ്രദ്ധയുടെ പേരിലുള്ള 2.5 കോടിയുടെ സ്വത്ത് വിൽക്കുന്നതിന് തന്നെ ചുമതലപ്പെടുത്തിയതായും പറഞ്ഞു. എന്നാൽ ഭാര്യ അന്യായ തടങ്കലിലാണെന്നാണ് സംശയിക്കുന്നതെന്നും ജോസഫും കൂട്ടരും തന്റെ പക്കൽ നിന്ന് പല കാരണങ്ങൾ പറഞ്ഞ് മുമ്പും പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നു. ഈ ഹർജിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെ മരടിലെ താമസ സ്ഥലത്തു നിന്ന് കണ്ടെത്തിയിരുന്നു. ജോസഫ് സ്റ്റീവൻ എന്ന പേരിൽ ആരെയും കണ്ടെത്തിയില്ല. എന്നാൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിൽ ലെനിൻ തമ്പി എന്നയാളാണ് ഇതെന്ന് കണ്ടെത്തിയിരുന്നു.